ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ കൊച്ചിയിലാണ്. ഞാൻ ദോഹയിലായിരുന്നു. നിങ്ങളൊക്കെ എൻ്റെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ തിരിച്ചെത്തി. ആഫ്റ്റർ 2 months ശേഷം ഇപ്പോൾ കൊച്ചിയിൽ തിരിച്ചെത്തി. അപ്പോൾ ഞാൻ തിരിച്ചെത്തിയിട്ട് ഇപ്പോൾ ഞാൻ 2-3-4 ദിവസമായി. ഇപ്പോൾ ഞാൻ ഇതുവരെ കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിക്കുകയാണ്, ഇന്ന് ഞാനൊരു ഓൾറെഡി ഞാൻ റൈസ് ഉണ്ടാക്കി. ഇപ്പം ഞാൻ കറി എന്താ ഉണ്ടാക്കാന്ന് ആലോചിക്കുമ്പോൾ ഞാൻ കോളിഫ്ലവറും പൊട്ടാറ്റോയും ഗ്രീൻ പീസും കൂടിയുള്ളൊരു കറി ഞാൻ ഉണ്ടാക്കണം. ആലു ഗോബി മട്ടർ കറി. അതായത് അത് ഹിന്ദിയിൽ, ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെതായ രീതിയിലാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ആ കറി ഉണ്ടാക്കുന്നത്. ക്യാബേജ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാബേജും ഉള്ളിയും പച്ചമുളകും പിന്നെ കുറച്ചൊരു തേങ്ങ അരിഞ്ഞ് സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ തോരൻ വെക്കാനാണ്. ഇത് പിന്നെ ഞാൻ ഇഞ്ചി, പച്ചമുളക്, സവാള ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതായത് ഈ കോളിഫ്ലവർ കറിക്കാണ്. ടൊമാറ്റോ ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് വേറെന്താ രണ്ടാമത്തെ അപ്പോൾ വേറെന്താ ഇനി ഒരു ഇത് ചോറിനെന്ന് വിചാരിച്ചാൽ ഞാൻ ഇൻസ്റ്റന്റ് മാംഗോ പിക്കിള്. ഞാൻ ഇങ്ങനെ മാംഗോ പിക്കിൾസ് ഒന്നും വാങ്ങാറില്ല. കാരണം എനിക്ക് സോൾട്ട് റെസ്ട്രിക്ഷൻ ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് BP ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ സോൾട്ട് അധികം യൂസ് ചെയ്യാറില്ല. അപ്പം ഞാൻ ഇൻസ്റ്റന്റ് ആയിട്ടാണ് ഉണ്ടാക്കാറ്. ഇപ്പം എനിക്ക് എന്തെങ്കിലും പിക്കിൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് മാംഗോ വെച്ച്. അപ്പോൾ എനിക്ക് എത്ര സോൾട്ട് വേണം അതൊക്കെ ഞാൻ തന്നെയാണ് ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഇതെൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പോലത്തെ രീതിയിലുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ മാംഗോ പിക്കിൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ കോളിഫ്ലവർ കറി വെക്കും. അത് കഴിഞ്ഞ് ക്യാരറ്റ് തോരൻ വെക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ മാംഗോ പിക്കിൾ കാണിക്കുക. ഓക്കെ, സോ ഗൈസ്, ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് എൻ്റെ കുക്കിംഗ്. ഒരു എലാബറേറ്റ് അല്ല, ഞാൻ കുറച്ച് ഹെൽത്തി വേയിലാണ് കുക്ക് ചെയ്യുക. അത് ഞാൻ കുറച്ച് ഓയിലൊക്കെ യൂസ് ചെയ്യുള്ളൂ. സോ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. അപ്പോൾ വെയിറ്റ് ചെയ്യണം. എൻ്റെ ദോഹ വെക്കേഷൻ നല്ലതായിരുന്നു. എൻജോയ് ചെയ്തു. എൻ്റെ ഗ്രാൻഡ് ഡോട്ടർ ക്യൂവിൻ്റെ കൂടെ ക്യൂവിൻ്റെ സോളോ ഡാൻസ് കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു. ക്യൂവിന് ഇംപ്രസീവാണ് കിട്ടിയത്. ലാസ്റ്റ് ടൈം അവള് ഗുഡായിരുന്നു. ഇപ്രാവശ്യം ഇംപ്രസീവാണ്. അവള് ഫാർ ബെറ്റർ ആയിട്ടുണ്ട്. അവളുടെ ഡാൻസും ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ നല്ല എൻജോയ് ആയിരുന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് ദോഹയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരുന്നു. അതായിരുന്നു ഞാനിപ്പോൾ ഡിസൈഡ് ചെയ്തു, ഇനി ഒരിക്കലും ഞാൻ Jan-Feb ദോഹയിൽ സ്റ്റേ ചെയ്യില്ല എന്നുള്ളത്. ഇത്തവണ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജാനുവരിയും ഫെബ്രുവരിയും എനിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള മന്തല്ല അവിടെ. കാരണം എനിക്ക് തണുപ്പ് ഒട്ടും. പണ്ടൊരു ഇയേഴ്സ് ബാക്ക് ഞാൻ എൻ്റെ കുട്ടികളൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഞാൻ മുന്നാറ് പോയിട്ട് ഞാൻ ഭയങ്കര പാടുപെട്ടിട്ടുണ്ട്. ഏപ്രിൽ ടൈമിലാണ് മുന്നാറ് പോയി. സ്റ്റിൽ എനിക്ക് അവിടെ ഭയങ്കര കോൾഡായിരുന്നു ഫീൽ ആയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ മുന്നാറൊക്കെ എനിക്ക് വീണ്ടും ഇത്രയും കാലത്തിന് ശേഷം പോകണമെന്നുണ്ട്. പക്ഷെ തണുപ്പ് ആലോചിക്കുമ്പോൾ എനിക്ക് തണുപ്പ് ക്ലൈമറ്റേ പറ്റില്ല. ഞാൻ ചൂട് നമുക്ക് സഹിക്കേണ്ടി വരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ AC ഇട്ടിട്ട് നമുക്ക് എത്ര കൂളിംഗ് വേണമെങ്കിൽ നമുക്ക് ആക്കാം. പക്ഷെ തണുപ്പ് അങ്ങനെയല്ല. എനിക്ക് എത്ര ഇനിയിപ്പോൾ വിന്റർ വെയർ ഞാൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും തണുപ്പ് എനിക്ക് അസാധ്യമാണ്. ഇൻഫാക്ട് ഞാൻ റൂം ഹീറ്ററെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ഐ ഡോണ്ട് ലൈക്ക് ദിസ് കോൾഡ് മന്ത്. സോ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ഓയിൽ നിങ്ങൾ നോക്കണം ഞാൻ എത്ര ഓയിലാണെന്ന്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഉണ്ടാക്കാം. ഞാൻ ഇപ്പോൾ ഒരു വലിയ കുക്കിംഗ് ഒന്നും അല്ല ചെയ്യണേ. ഞാൻ എത്ര ഓയിൽ എടുക്കണുള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾ 2 പേര് കഴിക്കണതാണ്. എനിക്ക് ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ എത്ര പോലും ഓയിൽ എടുക്കില്ല. സോ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാലാണ് ഞാൻ സ്റ്റീലിലാണ് കുക്ക് ചെയ്യുന്നത്. എനിക്ക് സ്റ്റീൽ സ്പൂൺ തന്നെ യൂസ് ചെയ്യാം. നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്നിച്ചിട്ടോ. ഞാൻ സെപ്പറേറ്റ് ഇട്ട് വഴറ്റിയ അതൊന്നുമില്ല. ഞാൻ ഇത് ഒന്നിച്ചിട്ടിട്ട് നന്നായിട്ട് ഞാൻ വഴറ്റാൻ പോവാണ്. അപ്പോൾ ഞാൻ കുറച്ച് നന്നായിട്ട് തന്നെ കുറച്ച് വഴറ്റുണ്ട്. ഒരു ഉള്ളിയുടെ ഒരു റോനെസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിന്ന് ഞങ്ങൾ പറയും. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ സവാള എന്ന് പറയും. ഈ നാട്ടിലൊക്കെ ആൾക്കാർ ഞങ്ങളുടെ സൈഡിലൊക്കെ വലിയ ഉള്ളി, ചെറിയ ഉള്ളി അങ്ങനെയാണ് പറയുക. പിന്നെ തോരനൊന്നും ഞങ്ങളുടെ നാട്ടിൽ പറയില്ല. ഞങ്ങൾ ഉപ്പേരി എന്നാണ് പറയുക. അപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട് പറയുമ്പോൾ. കാണുന്ന ആൾക്കാർക്കും തോന്നും
ഉപ്പേരി ഞങ്ങളുടെ അവിടെ ഉപ്പേരി എന്നാ പറയുക. അതായത് നമ്മളിപ്പോൾ ചിപ്സ് ആയാലും വറുത്ത ഉപ്പേരി ചിപ്സിനിപ്പോൾ നമ്മൾ 4 കീറിയിട്ട് വറക്കുമ്പോൾ അതിനെയും നമ്മൾ ഉപ്പേരി എന്ന് പറയും. നമ്മൾ ചോറിന് കഴിക്കുന്ന ഉപ്പേരിനെയും തോരൻ, മെഴുക്ക് വരട്ടി, അങ്ങനത്തെ ഒരു സെപ്പറേഷൻ നമ്മുടെ അവിടെ ഇല്ല. തോരൻ, മെഴുക്ക് വരട്ടി, അവിടെ എല്ലാം ഉപ്പേരിയാണ്. അതിന് നിങ്ങൾ മെഴുക്ക് വരട്ടി ആക്കിയാലും ശരി, ഇനി നിങ്ങൾ തോരനാക്കിയാലും ശരി, ഞങ്ങൾക്കത് ഉപ്പേരിയാണ്. ഈ നാട്ടിലാണെങ്കിൽ എല്ലാം ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് പറയുക. അപ്പം ഞാൻ എൻ്റെ കുക്കിംഗ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ഞങ്ങളുടെ സൈഡിൽ. അതുപോലെ ചില കുക്കിങ്ങിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായി വഴറ്റി കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഞാൻ ഇനി ചേർക്കണ മസാല ചേർക്കാൻ പോവാണ്. എന്താ വെച്ചാൽ തക്കാളി ഇട്ട് കഴിയുമ്പോൾ മസാല അരിക്കയുടെ ഒരു പച്ച മണം അങ്ങനെ നിൽക്കണോണ്ടാണ് ഞാൻ തക്കാളി ഇടുന്നതിന് മുമ്പായിട്ട് ചെയ്യണത്. സോ ഞാൻ ഇതിൽ 1 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഇത് കശ്മീരി ഒന്നല്ല കേട്ടോ, ഇത് ഓർഗാനിക് ചില്ലിയാണ്. അത്യാവശ്യം നല്ല എരിവുണ്ടാവും. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഇടുന്നത് 2 സ്പൂണ് മല്ലിപ്പൊടി ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഗരം മസാല, ഇത് ടാറ്റ സംപൻ എന്നുള്ള ബ്രാൻഡിൻ്റെ ഗരം മസാലയാണ്, നല്ലതാണ്. അപ്പോൾ 1 സ്പൂൺ ഗരം മസാല ഞാൻ ഇതിലിട്ടു. ഇതിപ്പോൾ ഓൺ ചെയ്യാതെ വയ്യ, ഭയങ്കര ഞാൻ ചേർക്കുന്നത് ഉപ്പാണ്. ഉപ്പ് അധികം ആവാതിരിക്കാനാണ് ഞാൻ പാക്കറ്റ് സോൾട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചേർക്കുന്ന സമയത്ത് ഞാൻ 1 ഗ്രാം കാറ്റ്സിൻ്റെ സോൾട്ടാണ് ഞാൻ യൂസ് ചെയ്യണത്. അത് ഞാൻ ഇതിലിട്ടിട്ട് വഴറ്റുക. അപ്പോൾ നമ്മൾ മസാല ഒന്ന് ഇതാക്കുമ്പോൾ നമ്മളിങ്ങനെ സോൾട്ട് ഇട്ടിട്ട് മസാലയൊന്ന് ഇതാക്കി കഴിയുമ്പോൾ നന്നായി വഴന്ന് കിട്ടും. ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ ആഡ് ചെയ്യാണ്. ടൊമാറ്റോ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഞാൻ വഴറ്റുകയാണ്. ഇത് ഇഞ്ചി, പച്ചമുളക്, സവാള, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് ഉപ്പ്, അത്രയാണ് ഇപ്പോൾ ഞാൻ ചേർത്തത്. ഇതിട്ട് ഞാൻ നന്നായി വഴറ്റി കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ ഇവിടെ നന്നാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതെല്ലാം ഞാൻ ഒന്നിച്ചാണ്. ഇത് ഞാൻ ഫ്രഷ് ഗ്രീൻ പീസാണ് കേട്ടോ. ഫ്രോസണും ഞാൻ ഇവിടെ വാങ്ങി വെക്കാറുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ 2 ദിവസം മുമ്പ് എനിക്ക് ഫ്രഷ് ഗ്രീൻ പീസ് കിട്ടി. അപ്പോൾ ഞാൻ അതാണ് ഇതിൽ ആഡ് ചെയ്യണത്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഇത് ഞാൻ കഴുകി വെച്ചിട്ടുള്ളതാണ്. ഇത് കുറച്ച് സ്പൈസി ആയിരിക്കും, കാരണം ഞാൻ നോർമലി കുറച്ച് സ്പൈസി കഴിക്കുന്ന ആളാണ്. എനിക്ക് സ്പൈസ് ഭയങ്കര ഇഷ്ടമാണ്, സ്പൈസി ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇതിൽ വെള്ളം ഒഴിക്കുകയാണ്. ഇതിലിപ്പോൾ എത്ര വെള്ളമാണ് വേണ്ടത് വെച്ചാൽ അതിപ്പോൾ എനിക്ക് ഒരു ഗ്രേവി പോലെയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി ഇത് വേവാൻ വേണ്ടിയിട്ട് ഞാൻ വേവാൻ വേണ്ടി വെക്കും. ഞാൻ ഇത് അടച്ച് വെക്കും. അപ്പോൾ ഞാൻ ഇത് അടച്ച് വെച്ചിട്ട് ഞാൻ ഈ തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഇപ്പോൾ എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ തോരൻ, നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ തോരനും എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പേരിയും, അതാണ് ഞാൻ അടുത്ത് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ കോളിഫ്ലവർ കറി ഞാൻ വലിയ ബർണറിലേക്ക് മാറ്റി. എനിക്ക് തോന്നി അവിടെയാണ് അത് വേഗം കുക്കാവുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഇനിയിപ്പോൾ ഞാൻ ഉപ്പേരി വെക്കാൻ പോണത്. ഇതൊരു ചെറിയ കടായിയാണ്, ക്യൂട്ടല്ലേ? എനിക്ക് ഈ കടായി ഭയങ്കര ഇഷ്ടം. എനിക്ക് എന്താ അറിയില്ല, ഞാൻ ഭയങ്കര ഒബ്സസ്ഡ്. സ്റ്റീൽ കടായി, അതായത് നമ്മുടെ നാട്ടിലൊക്കെ പോകുമ്പോൾ ചീനച്ചട്ടി എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുക. ഇപ്പോൾ മോഡേൺ ലാംഗ്വേജിൽ, അതായത് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കടായി എന്നല്ലേ പറയുക. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ ഈ ഇതൊക്കെ എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എന്താണെന്നറിയില്ല, അതിനോടൊരു ഇഷ്ടം. സ്റ്റീൽ കടായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് നോൺ സ്റ്റിക്ക് കുറേ ഉണ്ട്. ഇപ്പം ഞാൻ നോൺ സ്റ്റിക്ക് അധികം യൂസ് ചെയ്യാറില്ല, സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നോൺ സ്റ്റിക്ക് അത്ര നന്നല്ല. പക്ഷെ എൻ്റെ അടുത്തുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നോൺ സ്റ്റിക്കാണ്. ഉള്ളൊന്നും പോയിട്ടില്ല. നമ്മൾ എന്തെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ത്രോ ചെയ്യണമെന്നാണ്. പക്ഷെ എൻ്റെ ഒന്നും പോയിട്ടുള്ളതല്ല. ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ 2 പേർക്ക് ഇപ്പോൾ കുക്കിങ്ങിന് ഇത്രയും വലിയത് എടുക്കേണ്ട കാര്യമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ചെറിയ കടായി യൂസ് ചെയ്യണത്. അപ്പോൾ നേരെ തണുത്ത ക്ലൈമറ്റിൽ നിന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഭയങ്കര കടുത്ത ചൂടിലാണ് കൊച്ചിയിൽ. പക്ഷെ സ്റ്റിൽ നമുക്ക് ഇവിടെ കിച്ചണിൽ AC ഇല്ല കേട്ടോ.
കിച്ചണില് ഞാൻ AC വെച്ചിട്ടില്ല. എനിക്കറിയില്ല എല്ലാവരും കിച്ചണിൽ AC വെക്കാറുണ്ടോ. ഇപ്പോഴത്തെ കാലത്ത് ചിലപ്പോൾ വെക്കുന്നുണ്ടാവും. ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ വെക്കണോ അതൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിന് മറ്റേ സൺഫ്ലവർ ഓയിൽ പ്രോ നേച്ചറിന്റെ കോൾഡ് പ്രസ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് ഇതിൽ ഇത്ര കുറച്ച് എണ്ണ ഇത് ഞാൻ ഇവിടുന്ന് പോണതിന് മുമ്പുള്ള ബോട്ടിൽസ്. അപ്പൊ അത് തീർന്നു കഴിഞ്ഞാൽ ന്യൂ ആയിട്ട് യൂസ് ചെയ്തിട്ട് ഇതില് ഒഴിച്ചൊക്കെ വെക്കുന്നുള്ളൂ. അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്യാന്ന് വിചാരിച്ചത്. ഇത് ഓർഗാനിക് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. ഞാൻ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യണത്. കുറച്ച് എണ്ണ ഞാൻ ഭയങ്കര കുറച്ചാട്ടോ യൂസ് ചെയ്യുക. അധികം ഓയിൽ അത്ര യൂസ് ചെയ്യാറില്ല. അപ്പോ ഇപ്പോ പിന്നെ എനിക്ക് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് കറി ലീവ്സ് അങ്ങനത്തെ ഈ വൈറ്റമിൻ കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എൻ്റെ കുറേ ഹെൽത്തിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ലീവ്സ് ഒന്നും അത്ര നമ്മുടെ കുക്കിന് യൂസ് ചെയ്യും. ഞാനല്ലാതെ വേറെ ആരാ കഴിക്കണമെങ്കിൽ യൂസ് ചെയ്യും. അപ്പം ഞാനും കൂടി കഴിക്കുന്ന ഒരു ഫുഡാണെങ്കിൽ ഞാൻ അതിൽ ഇലയൊന്നും ഇടില്ല. അപ്പോൾ ഞാൻ ഇടുന്നത് ഇപ്പോൾ കടുകാണ്. കടുക് ഇട്ടിട്ട് ഞാൻ അത് ഉണക്കമുളകാണ് ഞാൻ ഇതിലിടുന്നത്. അതിന് ശേഷം ഇനി ക്യാബേജ് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. എൻ്റെ അടുത്ത് വലിയ ഗ്രേറ്റർ ഉണ്ട്. ഗ്രേറ്റർ ശരിക്കും നല്ലതാണ്. നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുക നമുക്ക് അത്ര ഒരു ഇതില്ല. ഞാൻ ഇടയ്ക്ക് വെച്ച് ക്യാബേജ് എന്ന് പറഞ്ഞു പോകും. എൻ്റെ വായിൽ വന്നാണ് ക്യാരറ്റ്. ആക്ച്വലി ക്യാബേജ് ആണല്ലോ നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടാണ്. പെട്ടെന്ന് ക്യാരറ്റ് ആ ഒരു രൂപത്തിൽ കണ്ടപ്പോൾ എനിക്കത് ക്യാബേജ് ആണെന്ന് തോന്നിപ്പോയി. ഞാൻ കളർ ബ്ലൈൻഡ് എന്നല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഐ എം ഓക്കെ. ഇതിൽ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തു. ഇനി ഇതിൽ കൂടുതലായിട്ട് ഞാൻ ഒന്നും ചേർക്കില്ല. ഞാൻ ജസ്റ്റ് വെള്ളം മാത്രമേ ചേർക്കുള്ളൂ ഇത് വേവാൻ വേണ്ടിയിട്ട്. കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം ഈ ഒരു അടപ്പുകൊണ്ടാണ് ഇതിന് ഈ കടായിക്ക് ആക്ച്വലി അടപ്പില്ല. അപ്പൊ ഇത് വേറൊരു ഇതിൻ്റെയാണ്, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ അടച്ചു വയ്ക്കുന്നത്. ഇതിന് ഉമാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത്. ഒന്നുമല്ല, അത് കുറച്ച് കടുകും കുറച്ച് മുളകും കൂടി നല്ല പേസ്റ്റ് പോലെ അരയ്ക്കും. അറിയില്ല എനിക്ക് മിക്സിയിൽ ഇപ്പോൾ എത്ര കടുക് നമ്മൾ ഇതൊക്കെ ആവാൻ നമ്മളിങ്ങനത്തെ അമ്മിക്കല്ലോ അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനത്തെ ചെറിയ കല്ല് പോലത്തെ അങ്ങനത്തെയാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ എൻ്റെ അടുത്ത് തൽക്കാലം അതൊന്നും ഇല്ല. അപ്പം ഞാനിത് മിക്സിയിൽ അരയ്ക്കാനാണ് ഞാൻ നോക്കണത്. ഞാനിപ്പോൾ ഇത് ഞാൻ കടുകും മുളകും കൂടി അരച്ചെടുത്താണ്. ഇതുവരെ ഞാൻ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. എനിക്ക് ഉപ്പ് എത്ര ചേർക്കണ്ടെങ്കിൽ അത്ര ഉപ്പ് ഞാൻ ഇതിൽ ചേർക്കുള്ളൂ. ഇത് ഭയങ്കര യമ്മി ആയിട്ടുള്ള മാംഗോ ഇൻസ്റ്റന്റ് പിക്കിളാണ്. ഒന്നുമില്ല വിചാരിക്കുക, നമ്മുടെ അടുത്ത് വെറുതെ ഈ മാംഗോ പിക്കിളേ ഉള്ളൂ. നമുക്കിത് കൂട്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് കൂട്ടിയിട്ട് റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണത്. ഇൻഫാക്റ്റ് ഞാനൊക്കെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറയാൻ കാരണം. ഇതിപ്പോ ഓവറായിട്ട് ഞാൻ ഇതിൽ അരച്ചിട്ടില്ല. കാരണം എന്താണെന്നറിയോ, ഒരു ലിമിറ്റേഷൻ ഉണ്ട് മിക്സിയിൽ നമുക്ക് ഇങ്ങനെ അരച്ചെടുക്കാൻ. അതും കുറച്ചായിട്ട് അരയ്ക്കുമ്പോൾ. കുറേ മാംഗോനാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം എൻ്റെ ആയിരിക്കുന്നു കോളിഫ്ലവർ കറി. ഇത് ചപ്പാത്തിക്കും ചോറിനും രണ്ടിനും യൂസ് ചെയ്യാൻ. അപ്പോൾ ഈവനിങ് ഞാൻ ചപ്പാത്തി കഴിക്കുക. അപ്പോൾ ഈവനിങ് ഞാൻ ചപ്പാത്തിക്കും അത് യൂസ് ചെയ്യും, ചോറിനും യൂസ് ചെയ്യും. ഇതിൽ വേണമെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് ഉള്ളിയാണ് ഞാൻ ഇതിൽ വറുത്തിടുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇടുന്നില്ല, കാരണം ഞാൻ വേണമെങ്കിൽ ഇടുള്ളൂ. നിങ്ങൾക്ക് അതിലിടാം, ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം. പിന്നെ അതിൽ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മളതിന് തടുക്കിടുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ ക്യാരറ്റും ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാംഗോയിൽ ഞാൻ സോൾട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ അതിൽ ഞാൻ 2 ഗ്രാം സോൾട്ടാണ് ഞാൻ ഇതിൽ ചേർത്ത് വെക്കുന്നത്. അത്രയും ധാരാളമായിരിക്കും ഇതിന്, കാരണം ഇത് പിക്കിളാണല്ലോ. ഇത്രയും കുറവിന് 2 ഗ്രാം ഒക്കെ ധാരാളമാണ്.
യമ്മിയാണ്, റിയലി യമ്മി, ഭയങ്കര ടേസ്റ്റാണ്. സോറി, ഇതിൽ കുറച്ചും കൂടി ഉണ്ട്. ഈ കടുകിൻ്റെയും ഈ മുളകിൻ്റെയും പേസ്റ്റ് ഭയങ്കര നല്ല. ബംഗാളീസൊക്കെ ഫിഷ് ഫ്രൈ ഒക്കെ ഇതിലാണ് ഉണ്ടാക്കണത്. എനിക്കല്ലേ, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്. അവർ മസ്റ്റർഡ് പേസ്റ്റ് അധികം യൂസ് ചെയ്യും. ചെറിയലി എനിക്കും മസ്റ്റർഡ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മസ്റ്റർഡ് യൂസ് ചെയ്യുന്ന കറികൾ, പച്ചടി, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുമ്പും ഉണ്ടാക്കി കാണിച്ചു, കുറേ കൊല്ലം മുമ്പ് ഞാൻ. പക്ഷെ എൻ്റെ ആ ഒരു ചാനലൊക്കെ പോയിട്ടോ, ഞാനങ്ങനെ നിങ്ങൾക്കറിയില്ല, ഞാൻ അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്നും ചെയ്യണമല്ല. അപ്പം അതിൻ്റെയൊക്കെ പാസ്വേഡൊക്കെ ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് പോയി തിരഞ്ഞാൽ കിട്ടും. ഞാൻ എൻ്റെ കുറച്ച് എത്രയോ ഒരു 8 years 9 years ബാക്കിൽ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പേരിയായി ഓൾറെഡി ഞാൻ തേങ്ങ ഇട്ടുണ്ടായിരുന്നതാണ് കുക്ക് ചെയ്യുമ്പോൾ കുറച്ച്. ഇപ്പം ലാസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ റോ കോക്കനട്ട്, അതായത് ഗ്രേറ്റ് ചെയ്തത് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഓൾറെഡി ഞാൻ സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ കാണിക്കാൻ വിട്ടുപോയി സോൾട്ട് ആഡ് ചെയ്തത്. സോ അപ്പം എൻ്റെ എല്ലാം റെഡി ആയി. ഞാൻ സെർവ് ചെയ്തിട്ട് ഞാൻ കഴിക്കുമ്പോൾ നിങ്ങളെ കാണാം. ഓക്കെ, ബൈ. റൈസ് നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. സോൾ ഫുഡാണ്. ക്യാരറ്റിൻ്റെ ആ സ്വീറ്റ്നെസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്യാരറ്റ് ഉപ്പേരി, പിന്നെ മാങ്ങ. ചെറുപ്പം മുതലേ മാങ്ങ മാത്രമായിട്ട് എടുത്ത് എനിക്ക് ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കണം. ഇന്നത്തെ താരം മാങ്ങ തന്നെയാണ്, പറയാതെ വയ്യ. വെരി നൈസ്. അപ്പോൾ ഈ മാങ്ങ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാം. പിന്നെ ഇതിൽ വേറെ ഓയിലൊന്നും ചേരാത്തതുകൊണ്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് ഒരാഴ്ചയൊക്കെ എടുത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇങ്ങനെ. അപ്പോൾ ഞാൻ കഴിച്ചോട്ടെ, കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. സോ ഗൈസ്, ടമ്മി ഫുൾ, മമ്മി ഫുൾ. ഫുഡൊക്കെ കഴിഞ്ഞു. അപ്പോൾ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാവരും കാണും. ഞാൻ ലേറ്റാണ്, ഞാൻ ദുരന്തർ വാച്ച് ചെയ്യണം. കാരണം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവിടുത്തെ തിരക്കിനിടയ്ക്ക് അതൊന്നും എനിക്ക് ദോഹയിൽ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നെറ്റ്ഫ്ലിക്സിൽ അത് കാണണം എന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്, അതുകൊണ്ടല്ല കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് പിങ്ക്. ഇപ്പം ഞാൻ ഓർത്തുന്നേ ഉള്ളൂ, കാരണം നമ്മുടെ നാട്ടിലത്തെ കൾച്ചറല്ല. സ്റ്റിൽ ഐ എം വിഷിങ് നിങ്ങളിൽ ചിലരെങ്കിലും വാലന്റൈൻസ് ഡേ ഒക്കെ ആഘോഷിക്കുന്നുണ്ടാവും. അവർക്ക് വാലന്റൈൻസ് ഡേ ആശംസകൾ. പിന്നെ എനിക്കറിയാം, ഞാൻ ഇപ്പം ഇന്ന് ഉണ്ടാക്കിയ റെസിപ്പി അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആവില്ല നമ്മുടെ കേരളൈറ്റ്സിന്. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നോൺ വെജും അതുപോലെ നാടൻ കറികളും എൻ്റെ എല്ലാം നല്ലതാണെന്ന് എല്ലാവരും പറയാറുണ്ട്. കാരണം ഞാൻ സദ്യ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ട് സദ്യ ബെസ്റ്റാണ് എന്നുള്ളത്. സോ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞങ്ങളുടെ വള്ളുവനാടൻ സ്റ്റൈൽ രീതിയാണ്. അപ്പം ഞാൻ ഇനി വിഷുവിന് മുമ്പായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഞങ്ങളുടെ സൈഡിൽ എങ്ങനെയാണ് സദ്യ ഉണ്ടാക്കുക എന്നുള്ളത് ഓരോ കറികളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം വിചാരിക്കുന്നുണ്ട്. പറയാൻ പറ്റും, ഞാൻ ഒരു പ്രോമിസും കീപ്പ് ചെയ്യാത്ത ആളാണ്. സോ എനിക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങളൊന്നും വിചാരിക്കരുത്. പക്ഷേ അടുത്ത് ഞാൻ ഒരു നോൺ വെജ് റെസിപ്പി ആയിട്ട് വരാം. നോൺ വെജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോൺ വെജ് ഉണ്ടാക്കണ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും. നോർമലി ഞാൻ ചിക്കൻ, അങ്ങനെ ഫിഷ്, മട്ടൻ കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല. അറിയായിട്ടല്ല, ട്രൈ ചെയ്താൽ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഞങ്ങൾ കഴിക്കാത്തതുകൊണ്ട് ഞാൻ മട്ടൻ, ബീഫ് അങ്ങനത്തെ ഒന്നും ഞാൻ ഉണ്ടാക്കാറില്ല. പക്ഷേ ചിക്കൻ ഡെഫിനറ്റ്ലി ഞാൻ ചിക്കൻ്റെ ഒരു റെസിപ്പി ആയിട്ട് ഞാൻ വരും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി അങ്ങനെ ഒരു നാടൻ എന്തെങ്കിലും വേണോ ആണെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാനത് എനിക്ക് അറിയുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കാണിക്കാം. സോ താങ്ക് യു ഗൈസ്. എനിക്കറിയില്ല എത്ര പേര് അത് വാച്ച് ചെയ്യുന്നുണ്ടെന്ന്. എനിക്ക് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടണം. എനിക്ക് കമൻറ്റ് അങ്ങനെ വരാറില്ല, കാരണം മേ ബി എന്നെപ്പോലെ 50+ കഴിഞ്ഞവരായിരിക്കും എൻ്റെ വ്ളോഗ് വാച്ച് ചെയ്യണത്. സോ നിങ്ങളെല്ലാവരും വാച്ച് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ വാച്ച് ചെയ്യണം ഈ വ്ളോഗ്. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും കമൻറ്റൊക്കെ ഇടണം. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ.